my dear brother Rahul Gandhi ji, all my colleagues on stage, Sri Venugopal ji, all those present here, and my dearest sisters and brothers, thank you for coming to this meeting today. And thank you for all the love that you have been giving me for the last few days that I have been campaigning in Wayanad. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായ രാഹുൽ ഗാന്ധിജി, വേദിയിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വയനാട്ടിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് യോഗത്തിന് ഇവിടെ വന്നതിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ പ്രചരണം നടത്തിയപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. And here, standing here in Mananthavadi today, this land where there are so many beautiful temples like Tirunelli temple, where my father's ashes were also brought, this land where all of you live together, no matter what religion you are from, in peaceful coexistence. It's a great honor for me to be here. ഞാനിന്ന് മാനന്തവാടിയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ മനോഹരങ്ങളായ അനേകം ക്ഷേത്രങ്ങളുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് എൻ്റെ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അവശിഷ്ടം ഇവിടെ നിമജ്ജനം ചെയ്യാൻ കൊണ്ടുവന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ പല മതങ്ങളിലുള്ള ആളുകൾ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലമാണ് മാനന്തവാടി. You have such a courageous and strong history of leaders like Sri Payasi Raja, Talakal Kanchandu and Edelchena Kunkan. You have always fought for what is right. You have always fought against oppressors, always fought for equality. നിങ്ങൾക്ക് പഴശ്ശിരാജയെ പോലെയുള്ള ധൈര്യത്തോടു കൂടി പോരാടിയ അനേകം നേതാക്കളുടെ ചരിത്രമുണ്ട്. നിങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യത്തോടു കൂടി പോരാടിയിട്ടുണ്ട്. നിങ്ങൾ സമത്വത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. You fought against the British. My tribal brothers and sisters fought against the British and stood up against them. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവർക്കെതിരെ നിൽക്കുകയും ചെയ്തു. ആദിവാസികളായ നമ്മളുടെ സഹോദരന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ ധൈര്യത്തോടെ പോരാടിയ ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്. And when my brother Rahul Gandhi ji was facing massive difficulties, he was being attacked every day by the BJP. A huge campaign was launched against him to tarnish his reputation. Then it is you, my sisters and brothers, who recognized that this man is fighting for what is right. He is fighting for the truth, and you stood by him, you supported him and gave him the courage to fight. എൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധി ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിനെതിരെ ഏറ്റവും ശക്തമായ ഒരു പ്രചാരണം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ നിങ്ങളാണ് അദ്ദേഹത്തിലെ സത്യം തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യൻ സത്യത്തിന് വേണ്ടിയായി പോരാടുന്നതെന്ന് മനസ്സിലായി അദ്ദേഹത്തിനോടൊപ്പം നിന്നത് നിങ്ങളാണ്. And when he set off for his Bharat Jodo Yatra, when he was going to walk 4,000 kilometers from Kanyakumari to Kashmir, I remember he was in pain. His knee was hurting. And I remember asking him, how are you going to do it? But he did it because he had your love and your courage in his heart. എൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധി അദ്ദേഹം ഭാരത് ജോഡോ നടത്തിയപ്പോൾ അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കലശലായ മുട്ടുവേദന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ രാജ്യം മുഴുവൻ നടക്കാൻ പോകുന്നത്, താങ്കൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്? പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ ധൈര്യം കൊണ്ടാണ്. അദ്ദേഹത്തിന് ഈ രാജ്യം മുഴുവൻ നിങ്ങൾ നൽകിയ ധൈര്യം കൊണ്ടാണ് നടക്കാൻ സാധിച്ചത്. So I am deeply grateful to you for the love and support you have given Rahul, and because I know that you have treated him like family, and in the last 1 week or so that I have been campaigning here, you have also welcomed me into your homes, into your hearts, like a member of your family. നിങ്ങൾ എൻ്റെ സഹോദരൻ നൽകിയ സ്നേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തെ നിങ്ങൾ കുടുംബം പോലെയാണ് കാണുന്നത്. അതിന് ഞാൻ നിങ്ങളോട് എന്നും ആഴത്തിൽ കടപ്പെട്ടിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇവിടെ പ്രചരണം നടത്തുന്ന ഈ സമയത്ത് നിങ്ങൾ എന്നെയും നിങ്ങളുടെ കുടുംബാംഗമായി കാണുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എന്നെ കുടുംബാംഗമായി സ്വീകരിച്ചിരിക്കുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട്, നിങ്ങൾ മാറി നിൽക്കണം, വഴിമാറി. ആംബുലൻസ് വരുന്നുണ്ട്, നിങ്ങൾ വഴിമാടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
അവിടെയുള്ള വണ്ടികൾ മാറ്റി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട്. Please make way for the ambulance to pass. ആംബുലൻസ് പോകാനുള്ള വഴി നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. So for me it is a really great honor to be the UDF candidate in this election. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആദരവായി ഞാൻ കണക്കാക്കുകയാണ്. Your land is blessed with a great history, with immense natural beauty, and your hearts have a warmth which is unusual and beautiful. ഈ രാജ്യം എന്ന് പറയുന്നത് ആംബുലൻസ് You need to clear the way for the അവിടെ ambulance. നിൽക്കുന്ന ആ കടന്നു വണ്ടി പോകാനുള്ള വഴിയായിരിക്കും. കൊടുക്കണേ. ആംബുലൻസ് എന്തോ Nobody is there? No patient? ഇറ്റ് ഈസ് ഓക്കേ. എന്താ പ്രശ്നമില്ലേ? No problem? ഇറ്റ് ഈസ് ഓക്കേ. കുഴപ്പമില്ല. Huh? Oh, okay, okay. Okay, it's part of... Okay. മാം നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ രാജ്യത്തിന് മനോഹരമായൊരു ചരിത്രമുണ്ട്. ഇവിടെ സ്വാഭാവികമായ പ്രകൃതി സൗന്ദര്യമുണ്ട്. അതുമാത്രമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരികമായ സൗന്ദര്യമുള്ളവർ, അസാധാരണമായ സൗന്ദര്യമുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. And since I have been moving around and my brother has also told me about all the issues that you face, I have been noticing that the people of Wayanad and this area of Wayanad, you have immense potential. ഞാൻ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ വന്ന് ഇവിടെ ഇത്രയും ദിവസം പ്രചരണം നടത്തിയ ദിവസങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രത്യേക ഭാഗത്ത് നിങ്ങൾക്ക് ധാരാളം കഴിവുകളുണ്ട്. With the natural beauty that you possess, so much can be done to strengthen tourism here. ഇവിടെയുള്ള പ്രകൃതി സൗന്ദര്യം, ആ പ്രകൃതി സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ വിനോദസഞ്ചാര വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. You grow crops like coffee, rice, tea and bananas and so many other valuable crops that should be marketed properly, and if a good food processing mechanism was there, so much more could be done to enhance your livelihoods. നിങ്ങൾ ഇവിടെ കാപ്പി കൃഷി നടത്തുന്നു, നെല്ല് കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, അതുപോലെ വാഴ കൃഷി നടത്തുന്നു. ഇവിടെയൊക്കെ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, കൃത്യമായി വിപണിയിൽ എത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. Yet many of you are facing very basic difficulties. പക്ഷേ നിങ്ങളിൽ പലരും അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. As you know, unemployment is at an all-time high in our country. നിങ്ങൾക്കറിയാവുന്നതുപോലെ തൊഴിലില്ലായ്മ നിരക്ക് എല്ലാ കാലത്തേതിലും ഏറ്റവും ഉയർന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്. You work so hard to educate your children, but it is almost impossible for them to find jobs today. നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് ഇന്ന് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. My sisters are all standing here. I know how your daily struggles have been affected by the rise in prices and how difficult it is, no matter how hard you work, no matter how much you are earning, to be able to make a living and to be able to carry on from one day to the next. എനിക്കറിയാം എൻ്റെ സഹോദരിമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. വർദ്ധിച്ച വിലക്കയറ്റം മൂലം എല്ലാ ദിവസവും നിത്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമാണെന്ന്, നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് കൃത്യമായി അറിയാം. My brother fought hard for the medical college and he also achieved some success, but the facilities that have to be provided there still need to be strengthened and still need to be provided. It is sad that after all the efforts the state government has put a board there saying medical college, but still not started the activities that they should be starting for it to be a fully functional facility. എൻ്റെ സഹോദരൻ നിങ്ങളുടെ അത്യാവശ്യ കാര്യമായ മെഡിക്കൽ കോളേജിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തു. എങ്കിലും കഷ്ടമാണ്, അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഇന്ന് അവിടെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഒരു സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. I know how deeply you feel for this issue. എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം ആഴത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ആഴത്തിലുള്ള ഒരു തോന്നലുണ്ടെന്ന് എനിക്കറിയാം. I worked for many years in a home of Mother Teresa's sisters, and one of my closest friends there is a sister called Sister Rosebell, who is from Mananthavadi. Okay, Yeah. Sister Rosebell. She is from Mananthavadi. Okay.
ഞാൻ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് നാളുകൾ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ റോസ് ബെൽറ്റ് മാനന്തവാടിയിൽ നിന്നുള്ള സിസ്റ്ററാണ്. And when she heard that I was standing from Wayanad, she called me to the home. I went to see her and she told me, "You promised me one thing, Priyanka." So I said, "Yes, sister." She said, "You promised me that you will fight for that medical college. And however hard it is, you will not stop voicing our demand for it." And she told me that her mother was 29 years old when she passed away in the hospital here because the medical facilities were not available. നിങ്ങൾക്കറിയാവോ, ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റർ റോസ് ബെൽറ്റ് ഞാൻ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ സിസ്റ്ററിനെ വീട്ടിൽ കാണാൻ പോയപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, "പ്രിയങ്ക, നിങ്ങൾ എന്നോട് ഒരു കാര്യം എനിക്ക് വാഗ്ദാനം നൽകണം. വയനാട്ടിലെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഠിനമായി അധ്വാനിക്കാമോ, പരിശ്രമിക്കാമോ, ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. കാരണം എൻ്റെ അമ്മ 29 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ മരിച്ചു പോയതാണ്" എന്ന് സിസ്റ്റർ പറഞ്ഞു. So I promised her and I am promising you that the fight Rahul ji started to establish the medical college and its full facilities in Wayanad here in Mananthavadi will be carried on by me. ഞാൻ ആ സിസ്റ്ററിന് വാഗ്ദാനം നൽകിയതുപോലെ, ആ സിസ്റ്ററിന് വാക്ക് കൊടുത്തതുപോലെ ഇന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ തുടങ്ങിയ പരിശ്രമം അതിൻ്റെ പൂർത്തിയിലെത്തുന്നത് വരെ പരിശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. My tribal brothers and sisters, you face so many difficulties too. There's a lack of basic facilities, drinking water facilities, and Rahul ji did so much to provide housing and to help you to overcome these difficulties. എൻ്റെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ധാരാളം ശുദ്ധജലം ലഭ്യമാകുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്, മറ്റനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. രാഹുൽ ജി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആവുന്ന വിധം സഹായിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. But more funding is needed for your housing. More job opportunities are needed. നിങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ആവശ്യമുണ്ട്. Lack of access to medical facilities is such a big issue, to health facilities, education. Rahul ji started the medical vans. I will continue that, but I will also come to you and understand how we can fight so that your problems can be alleviated and you can have a better future. ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് ആരോഗ്യ പരിരക്ഷ സംവിധാനങ്ങളുടെ അഭാവമുണ്ട്, അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ അഭാവമുണ്ട്. രാഹുൽ ജി മെഡിക്കൽ വാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കാം എന്ന കാര്യത്തിൽ, എന്തൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന കാര്യത്തിൽ നിങ്ങളോട് കണ്ട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. When there are emergencies, your relatives fall sick, there is a problem, you are not able to travel because of the night road ban. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിയന്തര ആവശ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ രാത്രി യാത്രാ നിരോധനം കാരണം പലപ്പോഴും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. And there is a massive traffic issue even on the Churam road, and alternate roads need to be found, like the Kunhome to Vilangad road. Sorry, my pronunciation I will learn. ചുരം റോഡിലും അതുപോലെ തന്നെ കുനോമി വിലങ്കാട് റോഡ്, ക്ഷമിക്കണം, അതിൻ്റെ പലപ്പോഴും ഉച്ചാരണം തെറ്റിപ്പോയാൽ ക്ഷമിക്കണം. പല റോഡിലും നിങ്ങൾക്ക് ഗതാഗത കുരുക്കിൻ്റെ, ട്രാഫിക്കിൻ്റെ പ്രശ്നമുണ്ട്. അതിന് പകരം ബദൽ റോഡുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. And the conflict that you are facing because of the wild animals that come and destroy your crops and the loss of lives, I was shocked to hear how many lives have been lost. And this is also a problem that we need to work hard together to find a resolution for. വന്യജീവി മനുഷ്യ സംഘർഷം വയനാട്ടിലെ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ വിളകൾ നഷ്ടപ്പെടുന്നു, അതുപോലെ ഇവിടെ എത്രമാത്രം മനുഷ്യ ജീവനുകളാണ് അതിലൂടെ നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. The Manrega program had greatly benefited your tribal communities, but the central government funding for it has reduced and the jobs available through it have reduced. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫലമായി ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് ധാരാളം ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ട സാമ്പത്തിക സഹായം കുറച്ചിരിക്കുകയാണ്. We need to raise your voice in parliament and other platforms to push the government to increase the funding again so that there is a better opportunity for you.
നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിലും മറ്റു വേദികളിലും ഉയർത്തണം. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ലഭ്യമാകുന്ന ഫണ്ടിംഗ്, സാമ്പത്തിക സഹായം ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി ശബ്ദമുയർത്തിയേ പറ്റൂ. The rainy season here continues much longer than in other places. And because of it, you have a lot of loss of your crop and your livelihood. അത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ മഴക്കാലം കുറേ നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിളകൾക്ക് നാശമുണ്ടാകുന്നു, നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ജീവനോപാധിക്ക് നിങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ നേരിടുന്നു. But the policies of the central government are such that they focus on waiving loans for all their rich businessmen friends. 16 lakh crores of rupees have been waived, but they don't help or give you adequate compensation when you have such a loss of crop. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ എങ്ങനെയാണ്? അവരുടെ അതിസമ്പന്നരായ വ്യവസായി സുഹൃത്തുക്കൾക്ക് 16 ലക്ഷം കോടിയുടെ വായ്പകൾ എഴുതി തള്ളുകയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വിള നഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. My sisters and brothers, so much more can be done if we stand together and we fight together for your needs. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പോരാടിയാൽ ഈ നാടിന് വേണ്ടി നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. Rahul ji has shown the way. He has again and again fought for you in parliament, raised your issues and tried very hard to resolve whatever problems that were possible to resolve. ഇതിൽ വഴി കാണിച്ചു തന്നിട്ടുണ്ട് രാഹുൽ ജി. അദ്ദേഹം പാർലമെന്റിൽ വളരെ ശക്തമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. But the fundamental issue, the reason why there isn't focus on resolving your daily problems, why prices are rising across the country, why unemployment is an all-time high, the fundamental issue is that the governments that are there in the center and the state are not working for the people. നിങ്ങൾക്കറിയുമോ, ഇവിടെ വിലക്കയറ്റമുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നേരിടേണ്ട അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതെന്ന് നിങ്ങൾക്കറിയുമോ? കേന്ദ്രത്തിലുള്ള ഗവൺമെന്റുകളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലല്ല ഗവൺമെന്റുകളുടെ ശ്രദ്ധ. Modi ji's government works only for his big businessmen friends. നരേന്ദ്ര മോദിയുടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. His objective is not to give you a better life. It is not to find new jobs for your young who are educated. It is not to provide better health or education initiatives and programs. It is simply to stay in power by any means possible. നരേന്ദ്ര മോദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ലഭ്യമാക്കലല്ല, നിങ്ങളുടെ കുട്ടിക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതല്ല, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ നൽകുന്നതല്ല, നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതല്ല. അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏതു വിധേനയും അധികാരത്തിൽ തുടരുക എന്നത് മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഒരേ ഒരു ലക്ഷ്യം. And what are those means? Those means are dividing you, spreading anger, spreading hatred amongst you. എന്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ തുടരാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ? ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഭീഷണി, അവരുടെ ഇടയിൽ ദ്വേഷം ഉണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ വൈരാഗ്യം പടർത്തുക, വിദ്വേഷം പടർത്തുക, ഭയം പടർത്തുക. ഇതാണ് നരേന്ദ്രമോദി അധികാരത്തിൽ തുടരാൻ ഉപയോഗിക്കുന്നത്. Taking your rights away from you, oppressing democratic institutions, taking your lands, giving them to big business people, taking your ports, airports, everything that rightfully belongs to the people of India and handing it to his friends. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ട ഭൂമി, നമ്മുടെ തുറമുഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ വ്യവസായികളായ സുഹൃത്തുക്കൾക്ക് കൈമാറ്റം ചെയ്യുക എന്നത് മാത്രമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. So my sisters and brothers, the fight that Rahul Gandhi ji has been fighting is your fight. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാഹുൽ ഗാന്ധിജി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ പോരാട്ടമാണ്. It is our fight, every single one of us standing or sitting on this stage, and it is your fight, each and every Indian who loves his country and who believes in democracy and equality. രാഹുൽ ഗാന്ധിജി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാത്രം പോരാട്ടമല്ല, ഈ വേദിയിലിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും പോരാട്ടമാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ തുല്യതയിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പോരാട്ടമാണ് അദ്ദേഹം ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്.
by supporting him when he was in the most difficult situation, when Modi ji had removed his membership to parliament, when Modi ji had taken away his house and attacked him in every possible manner. You stood for what is right. രാഹുൽ ഗാന്ധിജിയുടെ അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി. മോദിജി അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് അയോഗ്യമാക്കിയ സമയം, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റിയ സമയം, അദ്ദേഹത്തിനോടൊപ്പം നിന്നത്, അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. So my sisters and brothers of Wayanad, stand with us today in this fight as you have done before, and let us create a better future for our country, a better future for your children. Let us make Wayanad shine. Let the whole country look at Wayanad and see what a beautiful place it is and how much potential you have. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നേരത്തെ നിന്നതുപോലെ ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് നിൽക്കുക. വയനാടിനൊരു മനോഹരമായ ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഈ ലോകം മുഴുവൻ വയനാട് തിളങ്ങുന്നതിന് വേണ്ടി, വയനാട് എത്ര മനോഹരമായ പ്രദേശമാണെന്ന് ഇന്ത്യ മുഴുവൻ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് നിൽക്കുക. Thank you for your love and for your patience in listening to me. And your patience also, Rahul ji, in listening to your sister's long speeches. And I invite Rahul ji now to speak to you and say a few words to you. Thank you. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ ക്ഷമയ്ക്ക് നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ സ്വന്തം സഹോദരിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാൻ അദ്ദേഹം കാണിച്ച ക്ഷമയ്ക്ക് രാഹുൽ ജിയോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാനായി ക്ഷണിക്കുന്നു.